ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗ് തന്നെയാണ്. കുട്ടികളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും വീട്ടിലും കുട്ടികൾ ഇതുപോലെ രാവിലെ ടി വി ഇട്ടാൽ ഈവനിങ് വരെ ഇത് തന്നെ അവസ്ഥ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ തന്നെയാണോ? എൻ്റെ വീട്ടിൽ ഇത് തന്നെയാണ് കേട്ടോ. പഠിത്തമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ രാവിലെ ഒരു 10-11 മണിയോട് കൂടി ഞാനും ഉമ്മയും കൂടി മക്കൾക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് ഷോപ്പിൽ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാമചന്ദ്രനിലാണ് ആദ്യം പോയത്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് നോക്കാമെന്ന് കരുതി പോയതാണ്. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എടുത്തു തരാനോ അങ്ങനെയൊന്നും ആരും ഇല്ല, നമ്മൾ തന്നെ എല്ലാം നോക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ താണ്ടെ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ നോക്കത്തുണ്ട്. അത്യാവശ്യം സ്കൂൾ ടൈമല്ലേ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റും ഈ ഒരു ടൈമിലാണല്ലോ എല്ലാത്തിനും റേറ്റ് കൂടുക. അപ്പോൾ ആ ഒരു എല്ലാ ഐറ്റംസിനും അധികം ക്വാളിറ്റി ഇല്ലെങ്കിലും ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ബുക്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ബുക്സ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ പേപ്പർ കുറവുള്ള ബുക്സ് മാത്രമേ, ഇഷ്ടംപോലെ ബുക്സ് ഇരിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് പേപ്പർ കുറവുള്ള ബുക്സ് മാത്രമേ അവിടെ ആദ്യം കാണുന്നുള്ളൂ. നമ്മൾ അത്യാവശ്യം 172 പേപ്പറുള്ള ബുക്കൊക്കെ നോക്കിയിട്ട് അത് കാണുന്നില്ല കേട്ടോ. 90, 60 അത്രയൊക്കെ പേപ്പറുള്ള ചെറിയ ബുക്സ് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ കുറേയൊക്കെ നോക്കിയിട്ടും കിട്ടാത്തത് കൊണ്ട് അപ്പോൾ ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ നോക്കിയിട്ടുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, മോനിക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ അവൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോൾക്കാണ് നമുക്ക് ബുക്കിൻ്റെയൊക്കെ ആവശ്യം. പിന്നെ അവർക്ക് പാത്രം വാങ്ങണം ഒരാൾക്ക്. പിന്നെ ബാഗൊന്നും ഈ തവണ വാങ്ങുന്നില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിയ ബാഗ് തന്നെയാണ് ഇത്തവണയും യൂസ് ചെയ്യുന്നത്. കാര്യം അത്യാവശ്യം നല്ല ബാഗായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് കഴുകിയൊക്കെ എടുത്തപ്പോൾ അതിന് വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വർഷം കൂടി അത് തന്നെ കൊണ്ടുപോട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ടേ നമ്മളവിടെ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. പിന്നെ എന്തോ ഒരുപാട് തിരക്കും ഒരു റാഷൊക്കെ ആയപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ട് പിന്നെ നമ്മൾ നോക്കിയ ഐറ്റംസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് മൊത്തത്തിൽ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രം നോക്കിയപ്പോഴും ഭയങ്കര റേറ്റാണ് കാണിക്കുന്നത്. അങ്ങനെ പാത്രങ്ങൾ വാങ്ങിയിട്ടില്ല, അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല. അങ്ങനെ വേറൊരു ഷോപ്പിൽ പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വന്നിട്ടുള്ളത് നമ്മൾ ആലങ്കോടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. JMSലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ വീട്ടിനടുത്ത് തന്നെയാണ് കേട്ടോ ആ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഏകദേശം എന്തായാലും വലിയ തിരക്കൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ നോക്കിയെടുക്കാം എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇതുപോലെ ഓരോന്ന് നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നാക്സ് ബോക്സ് ഒന്നും മേടിച്ചിട്ടില്ല. കാര്യം പിന്നെ ഇതൊന്ന് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഷൂട്ടാക്കിയതാണ്. സ്നാക്സ് ബോക്സ് വാങ്ങിയിട്ടില്ല. അങ്ങനെ ഏകദേശം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ബൈൻഡ് പേപ്പർ വാങ്ങണമായിരുന്നു. പിന്നെ അവർക്ക് രണ്ടാൾക്കും ഓരോ ബോക്സ് വേണമായിരുന്നു. അപ്പോൾ ബോക്സ് നോക്കി ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഏത് നമ്മൾ എത്ര കൂടിയത് വാങ്ങിയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലി പൊട്ടിച്ചത് കളയും. പിന്നെ ഈ ഫസ്റ്റ് ടൈം നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് അൽഹംദുലില്ലാ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ കുട്ടികൾക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് പറ്റുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുക. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്കൊരു സ്വപ്നം മാത്രമായിരുന്നല്ലോ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? എനിക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ പല വെറൈറ്റികളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ എനിക്ക് കിച്ചണിൽ ഓയിൽ ഒഴിച്ച് വയ്ക്കുന്ന ഒരു കണ്ടെയ്നർ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ്ട് ഈ ഒരു കണ്ടെയ്നർ പല സ്ഥലങ്ങളിലും നോക്കിയിട്ടുണ്ട്. അപ്പോൾ മുന്നേ എൻ്റെ കയ്യിൽ പുറത്തായിരുന്നപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, അത് പാഴിപ്പോയി. ഇപ്പോൾ അതാണ്ട് ഇങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഇത് പൊട്ടുന്ന നമ്മുടെ ഗ്ലാസ് അല്ല കേട്ടോ, ഫൈബറാണ്. 95 റുപ്പീസോ എത്ര ആയിരുന്നു. അങ്ങനെ അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇന്നും നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നും കൊച്ചുമ്മയുടെ വീട്ടിൽ തന്നെയാണ് ഫുഡ്. നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കൊച്ചുമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തനി നാടൻ ഫുഡാണ് കേട്ടോ. നമ്മൾ കൊച്ചുമ്മാൻ്റെ വീട്ടിൽ 2 ദിവസം മുന്നേ ഒരു ബിരിയാണി, ഒരു ബർത്ത്ഡേ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ബർത്ത്ഡേക്ക് ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തനി നാടൻ നമ്മുടെ ചക്കയും മോരുകറിയും തോരനും പിന്നെ മീൻകറി, അതുപോലെ അങ്ങനെയുള്ള ഐറ്റംസ്, അച്ചാർ, പിന്നെ ഇതിൻ്റെയൊക്കെ പുറമേ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അന്ന് കൊച്ചുമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചത്.
അതൊക്കെ കഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ഒരാൾ മദ്രസയിൽ പോയിട്ട് വന്നിട്ട് ഇതുപോലെ മദ്രസയിൽ നിന്ന് ഹോംവർക്ക് വന്നപ്പോൾ ഇതുപോലെ എഴുതുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത് അവൻ്റെ അരികത്തൊരു ഐറ്റം ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമോ ഈ സാധനം? നമ്മുടെ മൾബറി ഇല്ലേ, പണ്ട് നമ്മളൊക്കെ ഒരുപാട് ചാടി ചാടി എടുത്ത സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ ആ ഒരു കാലമൊക്കെ? നമ്മുടെ ഒരു സ്കൂൾ ടൈം എന്നൊക്കെ പറയുമ്പോൾ കുറേ ഓർമ്മകൾ. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. നമുക്ക് അന്നൊക്കെ ഒരു വല്ലാത്ത ഓർമ്മകളാണല്ലോ. ഇതാണ്ട് ഈ ഒരു ഐറ്റം നല്ല പുളിപ്പുണ്ട് കേട്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കുമ്പോൾ, നമ്മളിത് മുമ്പൊക്കെ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന സമയത്ത് നല്ല കറുത്ത സാധനം നോക്കി പറിക്കും. അപ്പോൾ അതാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഇതൊക്കെയാണ് മക്കൾക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവനിരുന്ന് എഴുതുന്ന ആ ഒരു ടൈമിൽ അവർക്ക് ഈ ബുക്സൊക്കെ ഒന്ന് ബൈൻഡിടാം. ഇനിയിപ്പോൾ സ്കൂളൊന്നും തുറക്കാൻ അധിക ദിവസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ബുക്സൊക്കെ ഒന്ന് ബൈൻഡിടാമെന്ന് കരുതിയിട്ടുണ്ട്. ദാണ്ട് മോനിക്ക് സ്പൈഡർമാൻ്റെ ഒരു ബോക്സും, മോൾക്ക് അവരെ പെൺകുട്ടികൾക്ക് ഇതുപോലെ സിൻഡ്രല്ല അതൊക്കെയല്ലേ ഇഷ്ടം. അപ്പോൾ ആ ഒരു, എനിക്ക് ഈ കഥാപാത്രങ്ങളെയൊന്നും അറിയില്ല കേട്ടോ, ആ ഒരു ഇതുമാണ് വാങ്ങിയിട്ടുള്ളത്. അതിനിടയ്ക്ക് തന്നെ അവരെന്തൊക്കെയോ അതിനകത്ത് വാരി നിറച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ട് നമ്മൾ ബുക്സ് ബൈൻഡിട്ട ശേഷം അടിക്കാനായിട്ടൊരു സ്റ്റാപ്ലർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ദാണ്ട് 2 കളർ ബൈൻഡ് പേപ്പർ വാങ്ങി. ഇനി ഇതൊക്കെ ഒന്ന് ബൈൻഡ് ഇടണം. ഈ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ വലിയൊരു ജോലിയാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് ബൈൻഡ് ഇട്ട് വെക്കുന്നത് വരെ ഒരു സമാധാനമില്ല. അത് കഴിയുമ്പോൾ ഒരു സമാധാനമാണ്. കാര്യം എന്തൊക്കെ. പിന്നെ ഈ ഒരു പേന വാങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബൈൻഡിലൊക്കെ പേന, ഈ നോർമൽ പേന എഴുതിയാൽ തെളിയത്തില്ല. അപ്പോൾ ഈ ഒരു പേനയാകുമ്പോൾ മാഞ്ഞു പോകാണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ബൈൻഡിടാൻ തുടങ്ങിയപ്പോൾ ഇതുപോലെ അനിയൻ വന്നിട്ട് കുറച്ച് ബൈൻഡിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, ഏകദേശം എല്ലാം ബൈൻഡിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഏകദേശം 2 ആളുടെയും, മോൻ്റേത് മുന്നേ കിട്ടിയത് കൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാവരുടെയും ഒന്ന് ബൈൻഡ് ചെയ്തു. ബാക്കി കുറച്ച് ബൈൻഡ് പേപ്പർ ഉണ്ട്. പിന്നെ മോൾക്കുള്ള ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ നിന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. കാര്യം അവൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന ടൈമിൽ നമുക്കത് ബൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. ഇനി ജൂൺ 3-നാണല്ലോ സ്കൂൾ തുറക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും പഠിപ്പിക്കത്തില്ലായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരുടെയും ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.